Welcome to General Aptitude CSIR JRF NET examinations for all streams. General Aptitude 23rd lecture, and this is lesson 11, Allegation. Allegation. It is a branch of mathematics. ഏകീകരണം എന്നാണ് പറയാം. ഏകീകരണം എന്നൊരു മലയാളത്തിൽ വേണമെങ്കിൽ പറയാവുന്ന അലിഗേഷൻ. അത് വെച്ചുള്ള ചില ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. lecture number 23, General Aptitude. What is allegation? What is allegation? That we can understand a basic idea. Allegation is an old and practical method. Old and practical method of solving arithmetic problems related to mixtures of ingredients. There are two types of allegation. Allegation medial, used to find the quantity of a mixture given the quantities of its ingredients. And number two, allegation alternate, used to find the amount of each ingredient needed to make a mixture of a given quantity. Allegation is an old and practical method of solving arithmetic problems related to mixtures of ingredients. There are two types of allegation. Allegation medial, used to find the quantity of a mixture given the quantity of its ingredients. And allegation alternate, used to find the amount of each ingredient needed to make a mixture of a given quantity. Allegation എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് പ്രാക്ടിക്കൽ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. പ്രോബ്ലം ചെയ്യുന്ന രീതിയാണ്. ഒരു മിക്സറിനകത്ത് കണ്ടൻറ്റ് എത്രയുണ്ട് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്ന രീതിയാണ്. ഇപ്പോൾ പാലും വെള്ളവും, പ്യൂർ മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ, ഇവരുടെ മിക്സ് ചെയ്താൽ, ഏത് പെർസെൻറ്റേജിൽ മിക്സ് ചെയ്താൽ ഒരു ആ മിക്സറിനകത്ത് ഉള്ള അളവ്, മിക്സറിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മിക്സർ തന്നാൽ അതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് ഓരോന്ന് എത്ര വെച്ചുണ്ട്. ഇപ്പോൾ ഒരു അലോയ്, കോപ്പർ അയൺ അല്ലെങ്കിൽ കോപ്പർ നിക്കൽ അലോയ്, അതിനകത്ത് കോപ്പർ എത്രയുണ്ട്, നിക്കൽ എത്രയുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്ക് കാണുന്ന രീതിയാണ്. ചില ഡേറ്റയിൽ നിന്ന് മറ്റ് ഡേറ്റ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം ഇത് മിക്സ്ചറിനെ ഇപ്പോൾ സ്വർണ്ണത്തിനകത്ത് കോപ്പർ ചേർക്കുക, എത്ര പെർസെൻറ്റേജ് ചേർക്കണം, എത്ര എമൗണ്ട് ചേർക്കണം, ഇതുപോലുള്ള കണക്കിൽ വരുന്ന ഒരു ഭാഗമാണ് അലിഗേഷൻ. മിക്സറിനകത്ത് കമ്പോണൻസ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ്. അലിഗേഷൻസ് രണ്ട് ടൈപ്പാണ് സാധാരണ പറയാറുള്ളത്. ഒന്ന് അലിഗേഷൻ മീഡിയൻ, രണ്ടാമത്തത് അലിഗേഷൻ ഓൾട്ടർനേറ്റ്. അലിഗേഷൻ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗിവൺ മിക്സറിൽ ആ ഓരോന്ന് എത്രയുണ്ട്, ആ ഇൻഗ്രീഡിയൻ്റ് എത്ര വെച്ചുണ്ട് എന്ന് പറയുന്നതാണ്. അലിഗേഷൻ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇൻഗ്രീഡിയൻ്റ്, എത്ര ഭാഗം ഇൻഗ്രീഡിയൻ്റ് ചേർത്താൽ ഗിവൺ മിക്സ്ചർ കിട്ടുമെന്നുള്ളതാണ്. തിരിച്ച് ഓപ്പോസിറ്റായിട്ട് പറയുന്നതാണ്. അലിഗേഷൻ മീഡിയൻ ഈസ് മിയർലി എ മാറ്റർ ഓഫ് ഫൈൻഡിങ് വെയ്റ്റഡ് മീൻ. അതിനകത്ത് എത്ര ഭാഗം ബൈ വെയ്റ്റ് ഓരോന്നും ഉണ്ട്, മിക്സറിനകത്ത് എത്ര ഭാഗം ഉണ്ട് ഓരോന്നും എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അലിഗേഷൻ ഓൾട്ടർനേറ്റീവ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷനുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇൻവോൾവ്സ് ഓർഗനൈസിങ് ദ ഇൻഗ്രീഡിയൻസ് ഇൻ ടു ഹൈ ആൻഡ് ലോ പെയർസ് വിച്ച് ആർ ദെൻ ട്രേഡഡ് ഓഫ്. അപ്പോൾ അലിഗേഷൻ ഓൾട്ടർനേറ്റ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഒരു മിക്സ്ചറിനകത്ത് എത്രമാത്രം ഓരോ ഇൻഗ്രീഡിയൻറ്റും എത്രമാത്രം നമ്മൾ തയ്യാറാക്കണം ഒരു ഗിവൺ മിക്സ്ചർ പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്കൊരു ഫോർമുല ഒന്ന് പഠിച്ചാൽ മതി. ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് അറിയുക. ഈ മിക്സ്ചറിൻ്റെ കണക്കാണ്. മിക്സ്ചറിനകത്ത് ഓരോ വസ്തുവും, ഓരോ സബ്സ്റ്റൻസും, ഓരോ കമ്മോഡിറ്റിയും എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പ്രാക്ടിക്കൽ മെത്തേഡാണ്. അവിടെ നമ്മൾ ഈ തിയറട്ടിക്കൽ ആൾജിബ്രായിക് കാൽക്കുലേഷൻ കൊടുക്കാറില്ല. സിമ്പിളി ഒരു ലൈൻ വരച്ചിട്ട് ഉത്തരം പറയുന്ന രീതിയാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. അത് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് തെളിയിക്കുകയും ചെയ്യാം, പക്ഷെ അതിന് സമയമെടുക്കും. ഈ അലിഗേഷൻ മെത്തേഡാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതിൻ്റെ സ്പെല്ലിങ് നോക്കുക. LI ആണ് കേട്ടോ, I ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്പെല്ലിംഗ് ആണ് കറക്റ്റ്. അലിഗേഷൻ, ഇതാണ് സ്പെല്ലിങ് അലിഗേഷൻ. ഇവിടെ ചിലപ്പോൾ ഒരു ആ സ്പെല്ലിങ് ചിലപ്പോൾ പിശകിയിട്ടുണ്ട്. അലിഗേഷൻ നമുക്കറിയാമല്ലോ, അലിഗേഷൻ ആരോപണം, അതല്ല ഇവിടെ. ഇത് ഏകീകരണം എന്ന അർത്ഥം. അപ്പോൾ ഏകീകരണം എന്ന അർത്ഥം പറയണമെങ്കിൽ സ്പെല്ലിങ് ALLIGHTION ആണ്. ഏകീകരണം എന്നുള്ള മീനിങ് വരണമെങ്കിൽ. മറ്റത്
അലിഗേഷൻ ആരോപണം എന്നുള്ളതാണ്. അതിവിടെ പ്രാധാന്യമില്ലല്ലോ. വെൻ ടു ഇൻഗ്രീഡിയൻസ് എക്സ് ആൻഡ് വൈ ഓഫ് പ്രൈസ് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ് ആർ മിക്സ്ഡ് ടുഗദർ സച്ച് ദാറ്റ് ദ പ്രൈസ് ഓഫ് റിസൾട്ടൻ്റ് മിക്സ്ചർ ഈസ് എം മീൻ പ്രൈസ്, then the ratio R in which ingredients are mixed is given by the rule of alligation LI. Cheaper quantity is to dearer quantity equal to D minus M is to M minus C, where D is the cost of dearer commodity, C is the cost of cheaper commodity, and B is the mean price, mean cost, mean price. അപ്പോൾ നോക്കി എന്താണ് ഫോർമുല ഫോർ അലിഗേഷൻ നോക്കുക. അലിഗേഷൻ വെൻ ടു ഇൻഗ്രീഡിയൻസ് എക്സ് ആൻഡ് വൈ ഓഫ് പ്രൈസ് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി ആർ മിക്സ്ഡ് ടുഗദർ. എക്സും വൈയും വസ്തുക്കൾ അളവുകളാണ്. എക്സ് കിലോഗ്രാം വൈ കിലോഗ്രാം. അവയുടെ പ്രൈസ് യഥാക്രമം പി ക്യൂ ആണ്. അവരുടെ മിക്സ് ചെയ്യാൻ സച്ച് ദാറ്റ് ദി പ്രൈസ് ഓഫ് ദ റിസൾട്ടൻ്റ് മിക്സ്ചർ ഈസ് എം. റിസൾട്ടൻ്റ് മിക്സ്ചറിൻ്റെ വാല്യൂ എം ആണ്, മീൻ പ്രൈസ്. അപ്പോൾ ഒരെണ്ണം 10 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, മറ്റത് 15 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, രണ്ടാമത്തത് മിക്സ് ചെയ്തിട്ട് വിൽക്കുമ്പോൾ നമ്മളൊരു 12 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ എം ആണ് 12, എക്സ് 10, വൈ 15, ആ കണക്കാണ്. എത്ര കിലോഗ്രാം വാങ്ങിക്കാം. ദെൻ ദ റേഷ്യോ ആർ ഇൻ വിച്ച് ഇൻഗ്രീഡിയൻസ് ആർ മിക്സ്ഡ്. അപ്പോൾ എക്സും വൈയും എത്ര മാത്രം മിക്സ് ചെയ്തു അതിനൊരു ഫോർമുലയുണ്ട്. അപ്പോൾ എക്സ് കിലോഗ്രാം ഒരു വസ്തു വാങ്ങിക്കുന്നു, വൈ കിലോഗ്രാം മറ്റൊരു വസ്തു വാങ്ങിക്കുന്നു. എക്സ് കിലോഗ്രാം വാങ്ങിക്കുന്നത് ഓരോ കിലോഗ്രാമിനും പ്രൈസ് പി ആണ്. പിന്നെ വൈ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ കിലോഗ്രാമും പ്രൈസ് ക്യൂ ആണ്. ഇവ വിൽക്കുന്ന മീൻ പ്രൈസ് എം ആണ്. എങ്കിൽ ഈ എക്സിൻ്റെ വൈയുടെയും റേഷ്യോ ആണ് പറയുന്നത്. ആ ചീപ്പർ ക്വാണ്ടിറ്റി ഈസ് ടു ഡിയറർ ക്വാണ്ടിറ്റി, അത് ഡി മൈനസ് എം ഈസ് ടു എം മൈനസ് സി. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനുണ്ട് കോസ്റ്റ് ഓഫ് ഡിയറർ ക്വാണ്ടിറ്റിയാണ്. സി ഈസ് ദ കോസ്റ്റ് ഓഫ് ചീപ്പർ ക്വാണ്ടിറ്റിയാണ്. എം എന്ന് പറയുന്നത് മീൻ പ്രൈസാണ്. ഒരു കണക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യം വ്യക്തമാകും. അതൊരു ഈ ഫോർമുല നമ്മളൊരു കോളം വരച്ചിരുന്ന രീതിയുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഒരു ഇൻറ്റു പോലെ ലൈൻ വരച്ചിരുന്ന രീതിയുണ്ട്. ആ ലൈനാണ് ശരിക്കും, ആ ഫിഗറാണ് ശരിക്കും ഈ മെത്തേഡ് ഓഫ് അലിഗേഷൻ കാണിക്കുന്നത്. കൺസിഡർ എ കണ്ടെയ്ൻ എക്സ് യൂണിറ്റ് ഓഫ് ലിക്വിഡ് എക്സ് കിലോഗ്രാം എന്ന് വായിച്ചാലും മതി. കൺസിഡർ എ contain X unit of liquid A from which Y units are taken out and replaced by water. This operation is repeated n number of times. Then the quantity of pure liquid will be given by the formula. അത് വേറൊരു ഫോർമുലയാണ്. Quantity is equal to X into Y minus Y by X whole raised to n. X into y 1 minus y by x raised to n യൂണിറ്റ്സ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ് കിലോഗ്രാം മിൽക്കുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് y കിലോഗ്രാം എടുത്ത് മാറ്റിയിട്ട് അത്രയും വാട്ടർ ചേർത്തു. ഒരു പ്രാവശ്യം വീണ്ടും നമ്മൾ എടുത്ത് മാറ്റിയിട്ട് വാട്ടർ ചേർക്കണം, അത്രയും തന്നെ. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യുന്നു അത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ മിൽക്കിൻ്റെ അളവ് കാണുന്നൊരു ഫോർമുലയാണ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത്. അതായത് എക്സ് കിലോഗ്രാം മിൽക്കുണ്ട്, വൈ കിലോഗ്രാം മാറ്റി അത്രയും വാട്ടർ ചേർത്തു. ഈ പ്രോസസ്സ് ഒരു 3-4 n ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ അതിനകത്ത് അവശേഷിക്കുന്ന മിൽക്കിൻ്റെ അളവാണ്, ക്വാണ്ടിറ്റിയാണ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ബൈ എക്സ് റൈസ് ടു എൻ. ആ റൈസ് ടു എൻ 1 മൈനസ് വൈ ബൈ എക്സിന് മാത്രം ബാധകം. പിന്നെ നമ്മൾ പറഞ്ഞ ഫോർമുല ഒരു രൂപത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ കോസ്റ്റ് ഓഫ് ചീപ്പർ കമ്മോഡിറ്റി സി, കോസ്റ്റ് ഓഫ് ഡിയർ കമ്മോഡിറ്റി ഡി, മീൻ പ്രൈസ്. ഇവിടെ ഡി മൈനസ് എം, ഇവിടെ എം മൈനസ് സി. ഫോർ ചീപ്പർ കമ്മോഡിറ്റി വെയിറ്റ് ഈസ് ടു ഡിയർ കമ്മോഡിറ്റി വെയിറ്റ് ഈക്വൽ ടു ഡി മൈനസ് എം ഈസ് ടു എം മൈനസ് സി. ഇതാണ് അലിഗേഷൻ ഫോർമുല. cheaper commodity by volume or weight is to dear commodity by weight equal to D minus M is to M minus C. D is the cost of dear commodity. M is C is the cost of cheaper commodity. M is the mean price, and they are shown in the figure.
In the figure, the top left, cost of cheaper commodity C, right side, cost of dear commodity D, middle, mean price M, below D minus M, and then M minus C. Therefore, the ratio of the commodities, cheaper first, cheaper commodity is to dear commodity, D minus M is to M minus C. അപ്പോൾ ചീപ്പർ കമ്മോഡിറ്റി ഈസ് ടു ഡിയർ കമ്മോഡിറ്റി പറയുമ്പോഴേ നമ്മളെ ഇക്വേഷൻ വരുമ്പോൾ ഡി ആണ് ആദ്യം പറയുന്നത് കേട്ടോ. ചീപ്പർ കമ്മോഡിറ്റി ഈസ് ടു ഡിയർ കമ്മോഡിറ്റി പറയുമ്പോൾ റേഷ്യോയിനകത്ത് ഡി ആദ്യം പറയണം, ഡി മൈനസ് എം ഈസ് ടു എം മൈനസ്. ഇനി മറിച്ചാണ് ഡിയർ കമ്മോഡിറ്റി ഈസ് ടു ചീപ്പർ കമ്മോഡിറ്റി ആണെങ്കിൽ നമ്മൾ സിയുടെ ടൈം ആദ്യം പറയണം, എം മൈനസ് സി ഈസ് ടു ഡി മൈനസ് എം. അങ്ങനെ വേണം പറയാനായിട്ട്. ഫോർമുല മനസ്സിലായല്ലോ. ചീപ്പർ കമ്മോഡിറ്റി ഈസ് ടു ഡിയർ കമ്മോഡിറ്റി ഈക്വൽ ടു ഡി മൈനസ് എം ഈസ് ടു എം മൈനസ് സി. ചീപ്പർ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ റേഷ്യോയിൽ ഡിയുടെ ടേമാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ഇവിടെ ചെയ്യുകയാണ്, നോക്കുക. The ratio in which tea costing rupees 192 per kg is to be mixed with tea costing rupees 150 per kg, so that the mixed tea when sold for rupees 194.40 per kg gives a profit of 20%. അതായത് 192 രൂപ കിലോഗ്രാമിന് വിലയുള്ള ചായപ്പൊടിയും 150 റുപ്പീസ് വിലയുള്ള ചായപ്പൊടിയും വാങ്ങിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ കിലോഗ്രാമും 194.40 വിലയ്ക്ക് വിൽക്കുകയാണ്. ഈ വിലയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് 20% പ്രോഫിറ്റ് ഉണ്ട്. 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ചായപ്പൊടിയും ഏത് റേഷ്യോയിൽ, അതിൻ്റെ വെയിറ്റ് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്തെന്ന്. അപ്പോൾ ഏതാണ് ചോദ്യം? ദ റേഷ്യോ ഇൻ വിച്ച് ടീ കോസ്റ്റിംഗ് rupees 192 per kg is mixed with tea costing rupees 150 per kg, so that the mixed tea when sold for rupees 194.40 per kg gives a profit of 20%. അപ്പോൾ 192 രൂപയുടെ ചായപ്പൊടിയും 150 കിലോഗ്രാം 150 റുപ്പീസ് വിലയുള്ള ചായപ്പൊടിയും, എത്ര കിലോഗ്രാം വാങ്ങിച്ചത് കണക്കില്ല, അത് നമുക്ക് റേഷ്യോയിൽ പിടിക്കാനാണ്. അത് മിക്സ് ചെയ്തിട്ട് ഓരോ കിലോഗ്രാമും 194.40 റുപ്പീസിന് വിറ്റാൽ 20% ലാഭം ഉണ്ടാകുകയാണെങ്കിൽ ഏത് റേഷ്യോയിലാണ് ഈ ടീ മിക്സ് ചെയ്തത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് 2:5, 3:5, C, 5:2, D, 5:3, D, 5:2. അങ്ങനെ ആൻസർ. ആൻസർ നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 5:2 എത്രയാണ് നോക്കി? ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 2:5 ആണ്. ആ 2:5 എന്ന റേഷ്യോയിൽ വാങ്ങിച്ച് മിക്സ് ചെയ്താൽ നമുക്ക് ആ പറയുന്ന 20% പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. കോസ്റ്റ് ഓഫ് ഫസ്റ്റ് ടീ rupees 192 per kg, cost of second tea 150 per kg, mixed to be sold at a price 194.4 kg. With this contain 20% profit. 20% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കഴിച്ചുള്ള വില നമുക്ക് കണ്ടുപിടിക്കുക. സെല്ലിംഗ് പ്രൈസ് ഓഫ് മിക്സ്ചർ rupees 194.40 per kg ആണ്. Let the cost price of mixture. അപ്പോൾ നമുക്കത് വാങ്ങിയ വില, എന്ത് വിലയ്ക്ക് വാങ്ങി ഈ 194.4 വിൽക്കുമ്പോഴാണ് 20% ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് വിലയ്ക്ക് വാങ്ങി? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് മിക്സ്ചർ ബി rupees X per kg. Therefore, X plus 20% of X is സെല്ലിംഗ് പ്രൈസ്. അതായത് ശരിക്കും നമുക്ക് ആ മിക്സ്ചറിന് ചിലവാകുന്ന തുക എക്സ്, അതിൻ്റെ കൂടെ 20% കൂടി കൂട്ടിയാൽ ആണ് നമുക്ക് 194.4 കിട്ടുന്നത്. നമ്മൾ വിൽക്കുന്ന വില, ഈ 20% ലാഭം ഉൾപ്പെടെ വിൽക്കുന്ന വില 194.4. അപ്പോൾ നമുക്ക് ചിലവാകുമെന്ന് നമ്മൾ കരുതുന്ന X റുപ്പീസിൻ്റെ കൂടെ 20% ലാഭം കൂടി എടുത്തിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ
ആ വിലയാണ് 1 കിലോഗ്രാമിന് 194.4. അത് മാത്തമാറ്റിക്കായിട്ട് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. എക്സ് പ്ലസ് 20% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. ദാറ്റ് ഈസ് അത് ഈ 20% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.2x എന്ന് വരും. അപ്പോൾ എക്സ് പ്ലസ് 1.2x 1.2വിനെ നമുക്ക് 6/5 എന്ന് എഴുതാമല്ലോ. 6/5 എക്സ് ഈസ് ഈക്വൽ ടു 194.40. 6x ഈസ് ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ 162. അപ്പോൾ ഇത് ആ മിക്സ്ചറിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ചിലവായ തുക കിലോഗ്രാമിന് 162 kg ആണ്. അപ്പോൾ എന്താണ് അർത്ഥം? 192 രൂപയുടെ ചായപ്പൊടിയും 150 രൂപയുടെ ചായപ്പൊടിയും ഒരു പ്രത്യേക റേഷ്യയിൽ വാങ്ങിച്ച് വെക്കുമ്പോൾ നമുക്കതിൻ്റെ ചിലവാകുന്ന തുക 162 വരും. എന്നിട്ട് 194.40 വിൽക്കുമ്പോഴാണ് 20% ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 162 പെർ കിലോഗ്രാം, ഈ 162 റുപ്പീസ് അതാണ് മീൻ പ്രൈസ് ആയിട്ട് വരുന്നത്. Let n kg of the first tea and m kg of second tea to be added. Now using alligation formula apply ചെയ്യാൻ. അലിഗേഷൻ ഫോർമുല ഉണ്ടോ? ഇങ്ങനെ വരച്ചു നമ്മൾ. അപ്പോൾ ആ ടോപ്പിൽ പിന്നെ ഡിയർ കമ്മോഡിറ്റിയുടെ പ്രൈസ് 192, റൈറ്റിൽ ടോപ്പ് സൈഡിൽ ചീപ്പർ കമ്മോഡിറ്റിയുടെ പ്രൈസ്, നടുക്ക് മീൻ പ്രൈസ്. നമ്മൾ കണക്കൂട്ടിയെടുത്ത ആ 20% ലാഭം കഴിച്ച് കണക്കൂട്ടിയെടുത്ത 162. എന്നിട്ട് താഴെ ആരോ ഇട്ടിട്ട് ഇവിടെ ഈ ബോട്ടം ലെഫ്റ്റിൽ നമ്മൾ എഴുതുന്നത് M-C ആണ്. M-C. ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് D-M ആണ്. D 192 ആണല്ലോ. D-M ആണ്. അപ്പം നമ്മുടെ ഫോർമുല എന്താണ്? നമ്മുടെ ഫോർമുല N/M. ഇത് ഡിയർ കമ്മോഡിറ്റി ബൈ ചീപ്പർ കമ്മോഡിറ്റി. വെയിറ്റ്, N/M. നോക്കുക. ദാറ്റ് ഈസ് ഡിയർ കമ്മോഡിറ്റി ബൈ ചീപ്പർ കമ്മോഡിറ്റി ഈക്വൽ M-C ബൈ D-M. അതാണ് എഴുതിയിരിക്കുന്നത്. N/M ഈസ് ഈക്വൽ ടു M-C. M-C ഈസ് ഈക്വൽ ടു 162 - 150 ബൈ D-M. D-M means 192 minus 162. That is 30. So 6 will cancel. We get N/M is 2:5. 2:5 is the answer. അപ്പോൾ ഇങ്ങനെയാണ് അല്ലിഗേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ, നമ്മുടെ ഓർഡിനറി ആൽജിബ്രായിക് മെത്തേഡിലും ചെയ്യാം. ചിലത് ചെയ്യാൻ പ്രയാസം വരും. അതുകൊണ്ടാണ് ഈ അല്ലിഗേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആൽജിബ്രായിക് മെത്തേഡ് നോക്കി നമ്മൾ 162 കണക്ക് കൂട്ടിയത് അവിടെ നിൽക്കട്ടെ. നമുക്ക് വേണമല്ലോ. 162 നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. 20% ലാഭം കഴിച്ച് നമുക്ക് വരുന്ന സെല്ലിംഗ് പ്രൈസ് 162 ആണല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് ചിലവായ തുക. അപ്പോൾ P കിലോഗ്രാം ഫസ്റ്റ് ക്വാളിറ്റി വാങ്ങിച്ചു, Q കിലോഗ്രാം സെക്കൻഡ് ക്വാളിറ്റി വാങ്ങിച്ചു. അപ്പോൾ റേഷ്യോ P/192. അതിൻ്റെ നമുക്ക് ചിലവായ തുക P/192 പ്ലസ് Q/150 ഈക്വൽ ടു ആകെ ഉള്ള P+Q. അതിൻ്റെ മീൻ പ്രൈസ് 162 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ P/192 പ്ലസ് Q/150 ഈസ് ഈക്വൽ ടു P+Q/162. ഇത് നമ്മൾ ബ്രാക്കറ്റ് മാറ്റി സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 192P പ്ലസ് 150Q ഈക്വൽ ടു 162P പ്ലസ് 162Q. ആ Q ആണ് കേട്ടോ. Q അടുത്ത സ്റ്റെപ്പിൽ Y എന്ന് കാണിച്ചത്. Q എന്നാക്കണേ. അപ്പോൾ അത് നമ്മൾ ഈ Q റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യുക, P ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് 30P ഈസ് ഈക്വൽ ടു 12Q. ആ Y Q ആക്കുക. Y എന്നുള്ള Q ആക്കുക. ഇപ്പോൾ P/Q, Y ഇല്ല കേട്ടോ, Q ആണ്. P/Q ഈസ് 12/30, 2/5. അതാണ് ആൻസർ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആ മീൻ പ്രൈസ് 162 ആദ്യമേ കണ്ടുപിടിക്കണം. Next question. An alloy contains
You read the question. Are alloy contains zinc, copper, and tin in the ratio 2:3:1. Are other contains copper, tin, and lead in the ratio 5:4:3. If equal weights of both alloys are melted together to form a third alloy, then the weight of the lead per kilogram in the new alloy will be. അപ്പോൾ ആദ്യം ഒരു സങ്കരലോഹമുണ്ട്, സങ്കരലോഹം അലോയി ഉണ്ട്, അതിനകത്ത് കോപ്പർ, സിങ്ക്, കോപ്പർ, ടിൻ റേഷ്യോ 2:3:1 എന്നുള്ളതാണ്. മറ്റൊരു അലോയി ഉണ്ട്, അതിനകത്ത് കോപ്പർ, ടിൻ, ലെഡാണ്, അതിൻ്റെ റേഷ്യോ 5:4:3 എന്നുള്ളതാണ്. ഈ ഈക്വൽ വെയ്റ്റ്സ് ഓഫ് ബോത്ത്, രണ്ടിൻ്റെയും തുല്യ വെയ്റ്റുകൾ, ഈ ഈക്വൽ വെയ്റ്റ്സ് ഓഫ് ബോത്ത് അലോയ്സ് ആർ മെൽറ്റഡ് ടുഗദർ ടു ഫോം എ തേർഡ് അലോയ്, 4 ഉള്ള ഒരു അലോയ് ഉണ്ടാക്കുകയാണ്. ദെൻ ദി വെയ്റ്റ് ഓഫ് ലെഡ് പെർ kg ഇൻ ദ ന്യൂ അലോയ്. അപ്പോൾ പുതിയ അലോയിൽ ലെഡ് എത്ര വെയ്റ്റ് കാണുമെന്ന്, വെയ്റ്റ് ഓഫ് ലെഡ് പെർ കിലോഗ്രാം, 1 കിലോഗ്രാമിൽ എത്ര ഭാഗം ലെഡ്, എത്ര കിലോഗ്രാം, 1/2 ആണോ 1/3 ആണോ, എത്ര കിലോഗ്രാം ലെഡ് ഉണ്ടാകുന്ന കണ്ടുപിടിക്കണം. ഈ 4 കൂടി ചേർന്ന അലോയുടെ അകത്ത് 1/2 kg, 1/8 kg, 5/14 kg, 7/9 kg. We can see the answer. ആദ്യം നമ്മൾ ഫസ്റ്റ് അലോയ് എടുക്കുകയാണ്. ഫസ്റ്റ് അലോയ് ഈസ് ടേക്കൺ. അവിടെ സിങ്ക്, കോപ്പർ, ടിൻ എന്ന് കൊടുത്തിരിക്കുകയാണ്. സിങ്കിന് Z എന്നും കോപ്പറിന് C എന്നും ടിന്നെ T എന്ന് പറയാം. നമ്മൾ പിന്നെ വാക്കിൻ്റെ ആദ്യ അക്ഷരം, അല്ലാതെ Z എന്നോ അല്ലെങ്കിൽ C ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ സിങ്കിൻ്റെ Z, കോപ്പറിന് C, ടിന്നിനെ നമ്മൾ T എന്നെടുത്തു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് റേഷ്യോ ആണ് Z:C:T equal 2:3:1. Now let the first alloy be 12 kg. അപ്പോൾ നമുക്ക് 6 kg എടുത്താലും മതി. പക്ഷെ നമ്മളത് അടുത്ത് വരുന്ന റേഷ്യോ ആയിട്ട് ഒരു കണക്ഷൻ വരണമെങ്കിൽ 12 എടുക്കണം. കാരണം അടുത്ത റേഷ്യോ നോക്കി 5:4:3 ആണ്. അപ്പോൾ അവിടെ കൂടുമ്പോൾ 12 വരും, ഇവിടെ കൂടുമ്പോൾ 6 വരുള്ളൂ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് 6 എടുത്താലും മതി. പക്ഷേ അടുത്തതിൽ ഒരു 12 റേഷ്യോ വരുന്നുള്ളൂ. അപ്പോൾ ആ റേഷ്യോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാനായിട്ട്, കാരണം 5:4:3 താഴെ കാണുന്നില്ലേ, അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 12 kg എടുത്താൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ 6 kg ആണെങ്കിൽ ഈ ഫസ്റ്റ് അലോയി, 6 kg ആണെങ്കിൽ 2 കിലോഗ്രാം കോപ്പർ, 3 കിലോഗ്രാം ടിൻ, 2 കിലോഗ്രാം സിങ്ക്, 3 കിലോഗ്രാം കോപ്പർ, 1 കിലോഗ്രാം ടിൻ ആയിരിക്കും. 12 എടുത്തു കഴിഞ്ഞാൽ 4 കിലോഗ്രാം സിങ്ക്, 6 കിലോഗ്രാം കോപ്പർ, 2 കിലോഗ്രാം ടിൻ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. ഫസ്റ്റ് അലോയ് ടിന്നല്ലേ, ടിന്നാണ്. ഇവിടെ ലെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലെഡുള്ള ടിന്ന വേണം കേട്ടോ. ടിൻ, സിങ്ക്, കോപ്പർ, ടിന്നാണ് ഫസ്റ്റ് അലോയ്. 2 കിലോഗ്രാം ടിൻ എന്ന് നിർത്തണേ, 2 കിലോഗ്രാം ടിൻ. വെയിറ്റ് ഓഫ് സെക്കൻഡ് അലോയ്, അത് നമ്മൾ ആ റേഷ്യോ കൂട്ടിയുള്ള സംഖ്യയിൽ എടുക്കുന്നത് 5, 4, 3. അപ്പോൾ അവിടെ കോപ്പർ, ടിൻ, ലെഡാണ്. അപ്പോൾ ലെഡ് വരുന്നത് രണ്ടാമത്തേൽ കേട്ടോ. ആദ്യത്തിൽ ലെഡില്ല, ആദ്യത്തിൽ ടിന്നാണ് 2 കിലോഗ്രാം. രണ്ടാമത്തേതിൽ 12 കിലോഗ്രാമാണ്. അവിടെ ആ റേഷ്യോ തന്നെ കൂട്ടിയാൽ ആ സംഖ്യ 12 നമുക്ക് വരും. അപ്പോൾ C:T:L is 5:4:3. The meaning is 5 kilogram copper, 4 kilogram tin and 3 kilogram lead എന്നാണ്. Alloys are mixed to form the third alloy. Then the ratio of the content in it was zinc is to, copper is to, tin is to, lead. 4 ക്വാണ്ടിറ്റി വരികയാണ്. സിങ്ക്, കോപ്പർ, ടിൻ, ലെഡ്, അതിൻ്റെ വെയിറ്റ് റേഷ്യോ എന്നിരിക്കുകയാണ്. സിങ്ക് എത്രയാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കേസിലും 12 എടുത്തതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അതിനാണ് നമ്മൾ നേരത്തെ ആ റേഷ്യോയുടെ സം 6 ഉള്ളെങ്കിലും 12 എടുത്തതിൻ്റെ കാര്യം. അപ്പോൾ 12 ആയതുകൊണ്ട് നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാം, 12 ആയതുകൊണ്ട്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്ത്, അപ്പോൾ ടോട്ടൽ വെയിറ്റ് 24 കിലോഗ്രാം വരെ. 24 കിലോഗ്രാം, ആദ്യത്തെ 12 കിലോഗ്രാമും രണ്ടാമത്തെ 12 കിലോഗ്രാം മിക്സ് ചെയ്യുമ്പോൾ 24 kg വരും.
Z is 2, C is 2, T is 2, L is equal to Z. ആ സിങ്ക് ആദ്യം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ എടുത്തത് 4 കിലോഗ്രാം. 4:2. ദെൻ കംസ് കോപ്പർ ഫസ്റ്റിലും ഉണ്ട് സെക്കൻഡിലും ഉണ്ട്. ഫസ്റ്റിൽ കോപ്പർ ഉള്ളത് 6 കിലോഗ്രാമാണ്. സെക്കൻഡിൽ കോപ്പർ ഉള്ളത് 5 കിലോഗ്രാമാണ്. സോ 6 + 5. നെക്സ്റ്റ് ഈസ് ടിൻ ഫസ്റ്റിലുള്ളത് 2 കിലോഗ്രാമാണ്. സെക്കൻഡിൽ ഇല്ല. സെക്കൻഡിൽ എത്രയുണ്ട്? ടിൻ സെക്കൻഡിൽ 4 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ 2 + 4. ലെഡ് ഉള്ളത് സെക്കൻഡിൽ മാത്രമാണ് 3 കിലോഗ്രാം. അപ്പോൾ Z is 2, C is 2, T is 2, L is 4 is 2, 6 + 5 is 2, 2 + 4 is 2, 3. വെയിറ്റ് ഓഫ് ദി തേർഡ് അലോയ് രണ്ടും കൂട്ടിയാണല്ലോ. 12 + 12 24 കിലോഗ്രാം. സോ വെയിറ്റ് ഓഫ് ലെഡ് എത്രയാണ്? അപ്പോൾ 24ൽ ആകെ 24 റേഷ്യോ വരികയാണ്. നമുക്ക് ആ ഡിജിറ്റുകളുടെ സം 24 വരികയാണ്. അതിനകത്ത് 3 കിലോഗ്രാം മാത്രമേ, അല്ലെങ്കിൽ 3 ലെഡിൻ്റെ റേഷ്യോ. അപ്പോൾ അതിൻ്റെ പാർട്ട് എത്രയായിരിക്കും? വെയിറ്റ് ഓഫ് ലെഡ് 3/24. 24 മൊത്തമാണെങ്കിൽ ഈ 3 എത്ര? അപ്പോൾ 3/24, ദാറ്റ് ഈസ് 1/80 kg. 1/80 is the answer. Next question. In a 728 liters mixture of milk and water, the ratio of milk to water is 7:2. To get a new mixture, 7:2. To get a new mixture containing milk and water in the ratio 7:3, the amount of water to be added is. ഒരു മിക്സർ ഉണ്ട്. അപ്പോൾ അത് 729 ലിറ്റർ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് 7:2 എന്ന കണക്കിലാണ് മിൽക്കും വാട്ടർ. അതിലേക്ക് എത്രമാത്രം വാട്ടർ ചേർത്താൽ, എത്ര ലിറ്റർ കണക്കാണ്, കിലോഗ്രാം അല്ല, എത്രമാത്രം വാട്ടർ ചേർത്താൽ ഈ മിൽക്ക് ഈസ് ടു വാട്ടർ 7:3 ആയിട്ട് മാറും. അപ്പോൾ നോക്കി ആൻസർ 81 ലിറ്റേഴ്സ്, 71 ലിറ്റേഴ്സ്, 56 ലിറ്റേഴ്സ്, 50 ലിറ്റേഴ്സ്. ലിറ്റർ എന്ന് മതിയാകും, ലിറ്റേഴ്സ് എന്ന് വേണമെന്നില്ല, ലിറ്റർ എന്ന് എഴുതിയാൽ മതി. ആൻസർ എ ആണ്. അതായത് 81 ലിറ്റേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അതെങ്ങനെ നോക്കി? സൊല്യൂഷൻ: ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 729 ലിറ്റർ ഓഫ് മിക്സ്ചർ, ദാറ്റ് ഈസ് 9/70. ആകെ റേഷ്യോ നമുക്ക് ഇവിടെ 7:3 ആണല്ലോ. 7:2 അല്ലേ? 7:2. ഫസ്റ്റ് റേഷ്യോ നോക്കി എത്രയാന്ന്? ഫസ്റ്റ് റേഷ്യോ 7:2 ആണ്. അപ്പോൾ ആകെ സംഖ്യ റേഷ്യോയുടെ തുക 9 വരും. 9 എന്നുള്ളത് 729. മിൽക്കും വാട്ടറും കൂടി 729 ആണെങ്കിൽ മിൽക്ക് എത്ര? 7 പാർട്ട്, ദാറ്റ് ഈസ് 567 ലിറ്റർ. So quantity of water is 729 minus 567, 162 liters. Let X be the water be added to become a ratio 7:3. ഇനി X വാട്ടർ ചേർക്കണമെന്ന് വിചാരിക്കുക. ഇവിടെ വെച്ച് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. റേഷ്യോ 2 162. റേഷ്യോ 3 ആണെങ്കിൽ ഒരു പാർട്ട് കൂടി കൂടിയാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ പകുതി, ഈ 162 പകുതി 81 ലിറ്റർ ചേർത്താൽ മതി അഡീഷണൽ ആയിട്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നോക്ക്. അപ്പോൾ ഇത് നമ്മൾ അലിഗേഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാം ഒന്ന് വരച്ച് കാണിച്ചതേ ഉള്ളൂ. നടുക്ക് മീൻ വാല്യൂ ഒന്നും ഇല്ല, ചുമ്മാ ഒരു അലിഗേഷൻ ഫോർമുല കൊടുത്തതാണ്. 567 മിൽക്ക്. വാട്ടർ പിന്നെ ചേർക്കുന്നത് 162 പ്ലസ് എക്സ് ആണ്. അത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 7:3 റേഷ്യോ ആകണം. ഈ 567 ഈസ് ഈ 162 പ്ലസ് എക്സ് 7:3 ആകണം. അത് വരച്ചത്. ഇടയ്ക്കുള്ളത് മീൻ പ്രൈസ് ഒന്നുമില്ല. അലിഗേഷൻ ഫോർമുല അപ്ലൈ ചെയ്യാനൊന്നും അല്ല വരച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഐഡിയ ആണ്. അപ്പോൾ ഈ 729 കൂടെ എക്സ് കൂടി ചേർക്കുകയാണ്. ആദ്യം ഫസ്റ്റ് റേഷ്യോയിലുള്ളത്
567. പിന്നെ നമ്മൾ വാട്ടർ ബോഡിയിൽ 160 എക്സ് കൂടി ചേർത്ത് പുതിയ റേഷ്യോ 567:162 പ്ലസ് എക്സ് എടുത്താൽ 7:3 കിട്ടണം. അപ്പോൾ അതാണ് നമ്മൾ എഴുതുന്നത്. 7/3 = 567 by 162 plus x cross multiply transpose, we get 81 liters. 81 liters of water should be added. അപ്പോൾ ഇത് ഇവിടെ ആരുടെ ആവശ്യമില്ലെങ്കിലും മനസ്സിലാക്കുകയാണ്. അത് അലിഗേഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്, ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In what ratio must a mixture of 30% alcohol strength be mixed with that 50% alcohol strength so as to get a mixture of 45% alcohol strength? അപ്പോൾ 30% സ്ട്രെങ്ത് ഉള്ള ആൽക്കഹോളും 50% സ്ട്രെങ്ത് ഉള്ള ആൽക്കഹോളും മിക്സ് ചെയ്തിട്ട് 45% സ്ട്രെങ്ത് ഉള്ള ആൽക്കഹോൾ കിട്ടണം, കോൺസെൻട്രേഷനുള്ള ആൽക്കഹോൾ കിട്ടണം. അതിന് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? 1:2, 1:3, 2:1, 3:1. അപ്പം അതിന് നമ്മൾ ഈ അലിഗേഷൻ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യും. നോക്കുക, ഇവിടെ 30% ചീപ്പ് 30% അത് പിന്നെ കോൺസെൻട്രേഷൻ കുറവുള്ളത്, അപ്പോൾ ചീപ്പർ എന്ന് പറയും, ചീപ്പ്. ഇത് ഡിയറർ 50%. മീൻ 30-ൻ്റെയും 50-ൻ്റെയും അല്ല, അവിടെ നമുക്ക് 45% കിട്ടേണ്ടത്. അപ്പം മീനായിട്ട് വരേണ്ടത് 45%. അവിടെ മീനായിട്ട് വരേണ്ടത് 45%. എമ്മായിട്ട് വരേണ്ടത് 40%. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ചീപ്പർ 30% ഡിയർ 50% ഇപ്പോൾ താഴെ നമ്മൾ എഴുതും പിന്നെ D-M. ആ 5% D-M ആണ്. അത് കാണാനായിട്ട് 50 - 45 എടുത്താൽ മതി. അതാണ് 5% D-M. ഈ റൈറ്റ് സൈഡ് ബോട്ടമിൽ നമുക്ക് M-C വരേണ്ടത്. M-C. M എന്നുള്ളത് 45 ആണ്, പിന്നെ C എന്നുള്ളത് 30 ആണ്, ചീപ്പർ. അപ്പോൾ അവിടെ 15% എന്ന് കിട്ടും, 15%. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണ്? അതായത് x/y is equal to ഇവിടെ 15 ആണുള്ളത്. ഈ M-C is 15. M-C അവിടെ 5 എന്ന് എഴുതിക്കുന്നത് 15 എന്നാകണേ. M-C is 15. So the cheaper is to the dearer commodity. 5/15 is equal to 1/3. ആ താഴെ ആ റെഡിങ്ങിൽ എഴുതിയിരിക്കുന്നതിലെ ആ ഒരു വാല്യൂ നമ്മൾ എഴുതുമ്പോൾ M-C 45 - 30 15 ആണ് കേട്ടോ, 15. അപ്പോൾ റേഷ്യോ നമുക്ക് കാണുന്നത് ഇപ്പോൾ ചീപ്പർ ബൈ ഡിയറർ ആണല്ലോ. ചീപ്പർ ബൈ ഡിയറർ, ദാറ്റ് ഈസ് ചീപ്പർ കമ്മോഡിറ്റി ബൈ ഡിയർ കമ്മോഡിറ്റി ഈസ് ഇക്വൽ ടു D-M ആണ്. M-C 15 ആണ്. ഇപ്പോൾ 5/15 = 1/3 ആൻസർ. Next question. To gain 10% on selling sample of milk at the cost price of pure milk, the quantity of water to be mixed with 50 kg pure milk is. To gain 10% of selling sample of milk at the cost price of pure milk, the quantity of water to be mixed with 50 kg pure milk is 2.5 kg, 5 kg, 7.5 kg, 10 kg. You see, here dear commodity is milk, cheaper commodity is water. The price of dear commodity is ₹50. The cost of cheaper commodity is 0. Water no value here. Solution. First method of alligation. Let the quantity of water to be added is x kilogram.
let the cost of milk be rupees 1 kilogram. So selling price of 50 kilogram of kilogram with 10% gain is rupees 55. As cost of 50 kilogram milk equal to rupees 50, the sell price is 50 plus 10% of 50. That is 50 plus 5, 55. So we write the allegation figure as, diagram as, cost of water 0. That is cheaper commodity. Cost of milk is 50. Mean price is 55 with 5% gain. So here below we write left side bottom M minus C. Right side bottom, left side bottom we write M minus C. Right side bottom we write M minus D. M minus D. Then water to be mixed is 5 kg. As the selling price of milk is 1 kg. The seller has to have 10% gain 50 kg with milk. He must have to add 5 kilogram water to 50 kilogram milk. അപ്പോൾ റേഷ്യോ 55:5 ആയിട്ട് വരും. റേഷ്യോ ചോദിച്ചിട്ടില്ല, നമുക്ക് എത്ര കിലോഗ്രാം ചേർക്കണമെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അലിഗേഷൻ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, പ്രൈസ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ 5 കിട്ടിയിട്ടുണ്ട്. 5 കിലോഗ്രാം ആഡ് ചെയ്യേണ്ടി വരും. 5 കണ്ടുപിടിക്കുക, അതേയുള്ള കാര്യം. ആൻസർ ബി. ആ പടത്തിൽ ആ 5 കാണുന്നതാണ് കാര്യം. 55 മൈനസ് 55. പിന്നെ അതൊരു സിമ്പിൾ മെത്തേഡ് നമുക്ക് ചെയ്യാം. the quantity of water mixed be x kilogram. The cost price of 1 kg of pure milk is rupees 1 എന്ന് വിചാരിക്കുക. ഇമാജിൻ ചെയ്യുക. പെർസെൻറ്റേജ് ഗെയിൻ നമുക്ക് 10% ഗെയിൻ ആണല്ലോ. പെർസെൻറ്റേജ് ഗെയിൻ ഈസ് ഇപ്പോൾ 50 ലിറ്ററിന് 50 രൂപ. അപ്പോൾ എക്സ് കിലോഗ്രാം വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ എക്സ് റുപ്പീസാണ് കിട്ടുന്നത്. 50 ഇപ്പോൾ 1 ലിറ്റർ 1 കിലോഗ്രാമായിട്ട് വിചാരിച്ചാൽ 50 ലിറ്ററിന് 50 രൂപ. അതാണ് നമ്മുടെ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്. എക്സ് കിലോഗ്രാം വെള്ളം ചേർക്കുന്നു, അത് കംപ്ലീറ്റ് ലാഭം. അപ്പോൾ എക്സ് റുപ്പീസ് പെർസെൻറ്റേജ് ആക്കുമ്പോൾ 100, അത് 10% തുല്യമാണ്. അപ്പോൾ 10% ഈക്വൽ ടു 100x/50. നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 1 ലിറ്ററിന് നമ്മൾ 1 രൂപ വെച്ച് 50 ലിറ്റർ മിൽക്കിൻ്റെ കോസ്റ്റ് 50 റുപ്പീസ്. എക്സ് കിലോഗ്രാം വെള്ളം ചേർക്കുന്നു, എക്സ് ലിറ്റർ വെള്ളം ചേർക്കുന്നു, വെള്ളത്തിൻ്റെ എക്സ് കിലോഗ്രാം വെള്ളം ചേർക്കുന്നു, വെള്ളത്തിൻ്റെ കിട്ടുന്ന കാശിന് ലാഭം. അപ്പോൾ വാങ്ങിയ വില 50, എക്സ് ലാഭം, അത് പെർസെൻ്റ് ആക്കുമ്പോൾ 100 × 100, അത് 10% ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 is 100x/50, 2x is 10, x is 5 കിലോഗ്രാം. അങ്ങനെ കണ്ടുപിടിക്കാൻ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From a container full of pure milk, 20% is replaced by water, and this process is repeated 3 times. At the end of third operation, the quantity of pure milk reduces to. From a container full of pure milk, 20% is replaced by water, and this process is repeated 3 times. At the end of third operation, the quantity of pure milk reduces to 40%, 50%, 51.2%, 58.8%. അപ്പം അതിന് നമ്മൾ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞല്ലോ, x × 1 - y/x⁻n. ആ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്.
ഓപ്ഷൻ സി ആണ് 51.2%. Let pure milk was 100 liter. So water is replaced 20% in per process. ഓരോ പ്രോസസ്സിലും 20% വാട്ടറാണ് അങ്ങോട്ട് ചേർക്കുന്നത്. 20% water is 20 liter. So x is equal to 100, y is equal to 20. It is repeated 3 times. We use the formula, the shortcut formula that is written here. The quantity of milk reduces to after 3 repetitions. Quantity of milk reduces to the value equal to x into 1 minus 5 by x raised to n. X is 100 into 1 minus 20 by 100 raised to 3. 20 by 100 that we can write 80 by 100 that 80 by 100 that will cancel and we get 4 by 5. 4 by 5 cube എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4 by 5 cube എന്ന് കിട്ടും. That is 64 by 125. On calculation we get 51.2%. That is the answer. അപ്പോൾ ഇവിടെ ഓർക്കണം, നമ്മൾ ഓരോ പ്രാവശ്യവും മിൽക്ക് മാറ്റുന്നതിൻ്റെ അളവാണ് y. ആദ്യമുള്ള മിൽക്ക് മാറ്റി വെള്ളം ചേർക്കുന്ന അളവാണ് y. പിന്നെ മിൽക്കിൻ്റെ അളവാണ് എക്സ്. എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ മിൽക്ക് മാറ്റി വെള്ളം ചേർക്കുന്നു അതിൻ്റെ ആ തവണ നമ്പർ ഓഫ് ടൈംസ് ആണ് n. അപ്പോൾ ഒരു n ഓപ്പറേഷൻ കഴിയുമ്പോൾ എത്ര മിൽക്ക് അവശേഷിക്കുമെന്ന് കാണുന്ന ഫോർമുലയാണ് x into 1 minus 5 by x raised to n. ആൻസറാണ് 51.2%. That is all with your 23rd class on general aptitude. Thank you.